നമസ്കാരം. എന്നെ അറിയാവുന്നവർ കേട്ടാൽ ചിരിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. പക്ഷേ വളരെ യാദൃശ്യമായി സംഭവിച്ചൊരു കാര്യമാണ്. കുറച്ച് ദിവസം മുമ്പ് വർക്ക് റിലേറ്റഡ് ആയിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. പുള്ളി ഒരു ഫിലിം മേക്കറാണ്. അവിടെയുള്ള പുള്ളിയുടെ പുസ്തകങ്ങളൊക്കെ ഞാൻ കണ്ടു. അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ വന്നു. ഞാൻ പറഞ്ഞു വായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, വായന നടക്കാറില്ല, അല്ലെങ്കിൽ നടന്നിട്ടുമില്ല. കാഷ്വലി പറഞ്ഞു പോയതാ. അത് സത്യം പറഞ്ഞ പണിയായി. എന്താ പറയുക, ഞാൻ വായിക്കാന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ലോകാത്ഭുതങ്ങൾ പോലത്തെ ഒരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം സംസാരിച്ച് കഴിഞ്ഞ് പോകാറപ്പോൾ പുള്ളി പറഞ്ഞു, ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. എന്നെ കൂടെ നടക്കില്ല എന്ന് പറഞ്ഞു. ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു. അതുപോലെ അത് കയ്യിലെടുത്ത് വെച്ച് നമ്മൾ പുസ്തകങ്ങളെടുത്ത് കൈ വെക്കുമല്ലോ. വായിക്കുന്നൊക്കെ പിന്നെ ആലോചിക്കും. പക്ഷെ ചുമ്മാ കയ്യിൽ വെച്ച് പുസ്തകങ്ങൾ നിറയ്ക്കും. കുറയുമ്പോൾ അത് എവിടെയെങ്കിലും മിസ്പ്ലേസ്ഡ് ആയി പോകും. ഞാനത് വായിക്കുന്നു വിചാരിച്ചില്ല. 1-2 പ്രാവശ്യം ഇതെടുത്തു, തുറന്നു നോക്കി, മറിച്ചു നോക്കി. പക്ഷെ പതിപോലെ ഒരു കണക്റ്റോ അല്ലെങ്കിൽ ഹുക്കോ ഫീൽ ചെയ്തില്ല, മാറ്റി വെച്ചു. പക്ഷെ പിന്നെ ഞാനത് വായിച്ചു. ഈ പേരാണ് സത്യം പറഞ്ഞാൽ എന്നെ ഹുക്ക് ചെയ്തത്. കഞ്ചാവ്. ലിജീഷ് കുമാറാണ് എഴുതിയേക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിലൂടെയാണ് ഞാൻ പുള്ളിയെ പരിചയപ്പെടുന്നത്. വായിക്കാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും എനിക്കതിൽ ഒരു ബന്ധം ഫീൽ ചെയ്തു. അങ്ങനെ ആയിരിക്കും വായിക്കുന്നവർക്കൊക്കെ അല്ലേ. ടൊവിയെക്കുറിച്ചുള്ള കുറിപ്പ് കണ്ടപ്പോഴാണ് ഞാനിത് വായിക്കാൻ കാരണമായത്. അതിൽ പറഞ്ഞേക്കുന്ന പോലെ അദ്ദേഹം ടൊവിനോ തല്ലി ജയിച്ച ഒരാളാണ് ജീവിതത്തിൽ. ടൊവി മാത്രമല്ല, ഇതിൽ ധോനി, അഞ്ജലീന ജോളി, സോണിയാഗാന്ധി, മോഹൻലാൽ സാർ, ഐശ്വര്യ റായ്, അങ്ങനെ ലഹരി പിടിപ്പിക്കുന്ന രസകരമായ ജീവിതമുള്ള കുറേ പേരുടെ കുറിപ്പുകളുണ്ട്. സത്യം പറഞ്ഞ ഒരു കിളി പോയൊരു ഫീല് തന്നെ കിട്ടി. പേര് പോലെ കുറേ കാലത്തിന് ശേഷം ഞാൻ വായിച്ചൊരു പുസ്തകം, വർഷങ്ങൾക്ക് ശേഷം. നമുക്ക് നല്ലൊരു സിനിമ കണ്ടുമ്പോഴും നല്ലൊരു കുറിപ്പ് വായിക്കുമ്പോഴും നമുക്ക് മറ്റാരോടെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നുന്നില്ലേ? വിളിച്ചു പറയുക അല്ലെങ്കിൽ അറിയിക്കുക. അതുകൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഈ വായന വേറൊരു ഫീല് തന്നെ ആയിരുന്നു ആക്ച്വലി. ഈ ബുക്ക് എഴുതിയതിന് തീർച്ചയായിട്ടും ഞാൻ ഇതുവരെ കാണാത്തതും അറിയാത്തതുമായ ഈ ലിജീഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയോട് നന്ദി പറയുന്നു. ഈ പുസ്തകം എനിക്ക് പരിചയപ്പെടുത്തി തന്ന ജനത്തിനോട് ആണ് ഞാൻ കുറച്ചുകൂടി കടപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആഗ്രഹിക്കുന്നൊരു ശീലം എന്നിലോട്ട് വീണ്ടും തുടങ്ങാൻ, എനിക്കറിയില്ല മുന്നോട്ടത് വായിക്കുമല്ലോ എന്ന്, പക്ഷേ അതിനൊരു തിരി കൊളുത്തി തന്നതിന് ജനത്തിനോട് അതിലേറെ നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ബുക്ക്.